അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പാടന്തർ മർക്കസിൽ നടക്കുന്ന സമൂഹ വിവാഹം നാളെയാണ്. അൽഹംദുലില്ലാഹ്, അതിൻ്റെ ഫണ്ടിലേക്ക് നേതൃത്വം ചലഞ്ച് പ്രഖ്യാപിച്ചപ്പോൾ കുറഞ്ഞ ദിവസം കൊണ്ട് 3 കോടി രൂപ സമാഹരിക്കാൻ നമുക്കായി. ഇത് വലിയൊരു ദൗത്യമാണ്. പാവപ്പെട്ടവർ അവർക്ക് വേണ്ട വലിയ മുന്നേറ്റമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ കീഴ്ഘടകങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാലങ്ങളായി ദേവർഷോൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന സമൂഹ വിവാഹം നാളെ നടക്കുമ്പോൾ ആ പരിപാടിക്ക് ഒരുവിധ കടങ്ങളുമില്ലാതെ നല്ല റാഹത്തായി നടക്കണം. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുന്നുണ്ട്. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയാണ് നമ്മൾ അതിനു വേണ്ട നമ്മളാൽ കഴിയുന്നത് എത്രയാണോ അത് നൽകണം. 850 രൂപ 850 രൂപ നൽകാൻ കഴിയുന്നവർ അത് നൽകണം. ഇതിനേക്കാളുപരി 1000-ഉം 2000-ഉം 10,000-ഉം നൽകാൻ കഴിയുന്നവർ അത് നൽകണം. ഇനി ഒന്നുമില്ലേ, ഒരു 10 രൂപയാണോ നൽകാൻ കഴിയുന്നത് അതും നൽകണം. ആരും അമാന്തിച്ച് നിൽക്കരുത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈയൊരു വലിയ സംരംഭത്തിന് ഭാഗമാക്കാവുക എന്നത്. അതുകൊണ്ട് ഈയൊരു ദിവസം മാത്രമേ നമുക്കുള്ളൂ. കഴിവിൻ്റെ പരമാവധി എല്ലാവരും അതിൽ ഭാഗമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ നിലയിലും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ഒരു വലിയ ചലഞ്ചിൻ്റെ ഭാഗമാകുന്നതോടുകൂടി അള്ളാഹു നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം 850 പേരെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ ആ വലിയൊരു സുഹൃതമുണ്ട്. ഇത് വെറുതെ ഒരു വിവാഹം നടത്തുകയല്ല. അതിദാരിദ്ര്യമുള്ള വിവാഹമെന്നത് വിദൂര സ്വപ്നമായി കാണുന്ന വിവാഹം നടക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷിയോ ഒരു സാഹചര്യമോ ഇല്ലാത്ത അതിദരിദ്രരായ 850 പേരെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ സെഞ്ചുറിയുടെ ഭാഗമായി നമ്മുടെ ബഹുമാന്യരായ ദേവർഷോൽ ഉസ്താദ് ഒരു പിതാവിൻ്റെ കാർമ്മികത്വത്തോടുകൂടി, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഒരു വെല്ലിപ്പയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിലെല്ലാവരും ജാതി മത രാഷ്ട്രീയ സംഘടന വ്യത്യാസമന്യേ എല്ലാവരും സഹായിക്കണം. കാരണം ഇതൊരു സംഘടന വളർത്തുന്ന പരിപാടിയല്ല, ഇതൊരു സാമൂഹിക നന്മയാണ്. പാവപ്പെട്ടവരെ വിവാഹം ചെയ്യുക എന്നത് സംഘടനയുടെ ബാനറിലാണെങ്കിൽ പോലും ഇതൊരു സാമൂഹിക നന്മയാണ്. വലിയൊരു ഉത്തരവാദിത്വം, നാമെല്ലാം ചെയ്യേണ്ട ഉത്തരവാദിത്വം, ഫർദ് കിഫയായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ, അതിനെ സഹായിക്കുമ്പോൾ ആ ഒരു ബാധ്യതയിൽ നിന്ന് നമ്മൾ ഒഴിവാകുന്നു. ഈ ഒരു സംഗതി നടക്കുന്നതോടുകൂടി തന്നെ അള്ളാഹുവിൽ നിന്ന് ആ ഒരു വലിയ ബാധ്യതയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും അതിന് ചെയ്യുക. അതിന് രാഷ്ട്രീയം നോക്കേണ്ടതില്ല, സംഘടന നോക്കേണ്ടതില്ല, മതം നോക്കേണ്ടതില്ല. ഇവിടെ തന്നെ വിവാഹം കഴിയുന്നത് മതം നോക്കിയല്ല. പല മതത്തിൽപ്പെട്ട ആളുകളും ഇതിൽ വിവാഹിതരാകുന്നുണ്ട്. ഒരു വിവാഹ ജീവിതത്തിലേക്ക് ഒരു
യുവതിയെ അല്ലെങ്കിൽ ഒരു യുവാവിനെ കൈപിടിച്ചുയർത്തിയാൽ അതുകൊണ്ടുണ്ടാക്കുന്ന നേട്ടം എത്രയാണ്. പല റിപ്പോർട്ടും അനുസരിച്ച് രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലിയാണ് അതിന് ലഭിക്കുക. വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അതിൽ നമ്മളൊരു 850 രൂപ അല്ലെങ്കിൽ 1000 രൂപ അല്ലെങ്കിൽ 500 രൂപ നമ്മളെക്കാൾ കഴിയുന്നത് എത്രയാണോ അത് നൽകിയാൽ ഒരു കാര്യം തീർച്ചയാണ്, നമ്മുടെ മക്കളുടെ, നമ്മുടെ പേരക്കുട്ടികളുടെ, നമ്മുടെ കാർമ്മികത്വത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വത്തിൽ നടക്കേണ്ട വിവാഹങ്ങൾക്ക് അന്യരുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കാതെ മാന്യമായി നടത്താനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരും, ഉറപ്പാണ്. അതുപോലെ തന്നെ വിവാഹത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് വിവാഹം ശരിയാവാനൊക്കെ നല്ലതാണ്, വലിയൊരു നന്മയ്ക്ക് ഭാഗമാവുക. തീർച്ചയാണ് ഇതൊരു ചരിത്ര ദൗത്യമാണ്. ഈ ദൗത്യത്തിന് നമ്മൾ പങ്കാളിയായില്ലെങ്കിൽ നമുക്ക് തീർച്ച നഷ്ടമാണ്. ഇനിയൊരവസരം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട ഒരു സ്വഹാബി, അദ്ദേഹം യാത്രയാവുകയാണ്. ഏതോ ഒരു ഇസ്ലാമിക ദൗത്യത്തിന് വേണ്ടി യാത്ര തിരിക്കുകയാണ്, യുദ്ധത്തിനോ മറ്റോ ആയി യാത്ര തിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ആയുസ്സിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം ലഭിക്കുകയാണ്. എന്താണ് വിവരം ലഭിക്കുന്നത്? അദ്ദേഹത്തിന് അധിക സമയം ഇനി ആയുസ്സില്ല. അദ്ദേഹം വരികയില്ല. അദ്ദേഹം വരുന്നത് മരണപ്പെട്ടുകൊണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആയുസ് അവസാനിച്ചു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം ലഭിച്ചു. എന്നാൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് സംഘം തിരിച്ചു വന്നപ്പോൾ ആ മഹാനുഭാവൻ ഒരു പോറലുമേൽക്കാതെ തിരിച്ചു വരികയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതപ്പെടുകയാണ്. അവിടുന്ന് അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, എന്താണ് കാരണം എന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സ്വഹാബത്തിൻ്റെ ആ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ മറുപടി എന്താണ്? ഈ മഹാനായ സ്വഹാബി ഒരു വലിയ സംഘവുമായി യാത്ര തിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആ പോകുന്ന വഴിയിൽ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. അവരുടെ ഭക്ഷണമൊക്കെ തീർന്നപ്പോൾ ഭക്ഷണം കഴിക്കാനോ മറ്റോ കയറിയപ്പോൾ അവിടെയുള്ള ഉമ്മ പറഞ്ഞു, മഹാനവറുകളെ, ഇവിടെ വളരെ കുറച്ച് ഭക്ഷണമേ ഉള്ളൂ. മാത്രമല്ല ഇവിടെ 3 പെൺകുട്ടികളാണ്. ആ പെൺകുട്ടികളെ വിവാഹം ചെയ്ത് അയക്കാൻ ഞാൻ വളരെ പ്രയാസപ്പെടുന്നു. ആ വിഷയത്തിൽ നിങ്ങൾ ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ, ഈ വിവരം പറഞ്ഞപ്പോൾ സ്വഹാബികളിൽപ്പെട്ട അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന സംഘത്തോട് മഹാനവറുകൾ പറഞ്ഞു, ആരാണ് ഈ പെൺകുട്ടികളെ വിവാഹം ചെയ്യാൻ തയ്യാറായത്? അവർക്ക് അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യുമെന്ന് പറയുകയും ബഹുമാനപ്പെട്ടവരുടെ നേതൃത്വത്തിൽ അവിടെ അപ്പോൾ തന്നെ വിവാഹം നടക്കുകയും ചെയ്തു. ആ സമയത്ത് ഈ പെൺകുട്ടികളും ഈ പെൺകുട്ടിയുടെ ഉമ്മയുമൊക്കെ ദുആ ചെയ്തു, അല്ലാഹുവേ, ഈ മഹാനായ സ്വഹാബിക്ക് നീ ദീർഘായുസ് നൽകണമേ, ആഖിറത്തിൽ വലിയ സ്ഥാനം നൽകണമേ. ഈ ഒരൊറ്റ കാരണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ആ സ്വഹാബി വര്യന് 20 വർഷം നീട്ടിക്കൊടുത്തു എന്നാണ് അള്ളാഹുവിൽ നിന്നുള്ള മെസ്സേജ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കിട്ടിയത്. ഈ ഒരു വലിയ ദൗത്യം അദ്ദേഹം ചെയ്തപ്പോൾ അതിന് അള്ളാഹു നൽകിയത് 20 വർഷത്തെ ആയുസ്സാണെങ്കിൽ 850 കുട്ടികളെ വിവാഹം ചെയ്ത് ഏൽപ്പിക്കുന്ന ഈ ദൗത്യത്തിലേക്ക് നമ്മൾ ഒരു സംഭാവന നൽകിയാൽ
അള്ളാഹു നമുക്ക് ചെയ്യുന്ന അനുഗ്രഹം എത്രയാണ്, അത് നമ്മൾക്ക് കണക്കാക്കാൻ കഴിയില്ല. നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങാൻ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറാനൊക്കെ കാരണമാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.